ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. റോമർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം 8-ാമത്തെ വാക്യം. റോമർ 13-ാം അധ്യായം 8-ാമത്തെ വാക്യം. അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടംപെട്ടിരിക്കരുത്. അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ. ദൈവത്തിന് സ്തോത്രം. ഒന്നോടെ വായിച്ച ആദ്യത്തെ വാക്യം 8-ാമത്തെ വാക്യം. അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടംപെട്ടിരിക്കരുത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ധ്യാന വിഷയം കടം എന്നുള്ളതാണ്. എല്ലാവരും ഉണർന്ന് ശ്രദ്ധയോടെ ഇരുന്ന് ഹൃദയം തുറന്നിരുന്ന്. കടം, ഡെപ്റ്റ്സ്. നമ്മൾ ഈ ലോകത്തിൽ പലരോടും കടം വാങ്ങിച്ചിട്ടുണ്ട്, പലർക്കും കടം കൊടുത്തിട്ടുണ്ട്, കടം കിട്ടാനുണ്ട്. നമ്മൾ പലരും കടക്കാരാണ്. ഭൗതികമായിട്ട് പണം കിട്ടുവാനും കൊടുക്കുവാനുമുള്ളവർ ധാരാളം പേരുണ്ട്. അതിൻ്റെ തിക്തമായ അനുഭവങ്ങൾ നാം പലപ്പോഴും അനുഭവിക്കുന്നുമുണ്ട്. മനഃപൂർവ്വം കടം കൊടുക്കാത്തവരുണ്ട്, വാങ്ങിച്ചിട്ട് കൊടുക്കാത്തവരുണ്ട്. പക്ഷേ ഞാൻ അതിലേക്കല്ല കടക്കുന്നത്. അത് തീർച്ചയായിട്ടും നമുക്കൊരു വേദനാ വിഷയം തന്നെയാണ്. എന്നാൽ ഇവിടെ കടത്തെക്കുറിച്ച് പറയുന്നത് അന്യോന്യം സ്നേഹിക്കുന്നതിൽ നിങ്ങൾ കടക്കാരാണ്. ഏതെല്ലാം വിഷയത്തിൽ ഒരു ദൈവവൈതലിന് കടം കൊടുത്തു തീർക്കാനുണ്ട്. കടം വീട്ടാതെ ഒരിക്കലും നമ്മൾ കണ്ണടയ്ക്കാൻ ഇടവരരുത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതായി പൗലോസ്ലീഹ എടുത്തു പറയുന്ന ഒരു കാര്യം അന്യോന്യം സ്നേഹിക്കണം. അന്യോന്യം സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കണം, ദൈവമക്കളെ സ്നേഹിക്കണം. ന്യായപ്രമാണം മുഴുവനും ഒതുക്കി വച്ചിരിക്കുന്ന ഈ രണ്ട് പ്രമാണങ്ങളിലാണ്. ഒന്ന് ഏതാണ് വായിച്ചേ? മത്തായിയുടെ സുവിശേഷം 22:37 മുതൽ 40 വരെ ആ രണ്ട് കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. മത്തായി 22:37 മുതൽ 40 വരെ. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി ദൈവത്തെ സ്നേഹിക്കണം. അടുത്ത വാക്യം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. ഒന്നാമത്തേതും വലിയതുമായ കൽപ്പന. രണ്ടാമത്തേത് ഏതാണ്? രണ്ടാമത്തേത് അതിനോട് സമം. കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായോ? നിങ്ങൾ അനേകര് കൊടും പാപികളായി തീരാൻ കാരണം പ്രകടമായ ചില വൃത്തികെട്ട പാപങ്ങൾ ചെയ്തത് കൊണ്ടല്ല. ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനയായിരിക്കുന്ന സ്നേഹം, ആ കൽപ്പന ലംഘിച്ചു. അതല്ല ഏറ്റവും വലിയ പാപം. ഏറ്റവും വലിയ കൽപ്പന ലംഘിക്കുന്നതാണ് ഏറ്റവും വലിയ പാപം. ആ കൽപ്പന ലംഘിക്കാതെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയവരാരെല്ലാം ഉണ്ട്. മഴയില്ലാത്ത നാളുകളോളം വർഷങ്ങളോളം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ദേശം ഉണങ്ങി വരണ്ട് മണലാരുണ്യം പോലെ ആകും എന്നതുപോലെ ഇന്ന് അനേക മനുഷ്യഹൃദയങ്ങളും കുടുംബങ്ങളും കൂട്ടായ്മകളും ഇന്ന് ഉണക്കപ്പറമ്പായി മാറിയിരിക്കുക. നനവില്ല, സ്നേഹത്തിൻ്റെ കിനിവില്ല, സ്നേഹത്തിൻ്റെ തലോടില്ല, സ്നേഹത്തിൻ്റെ വാക്കുകളില്ല, സ്നേഹത്തിൻ്റെ ഭാവമില്ല. അന്യോന്യം കയ്പും പകയും പിണക്കവുമായി കഴിയുന്നതായ ഒരു കൂട്ടം ആളുകൾ. ദൈവമക്കളെ, നമ്മളുടെ കൂട്ടായ്മ അങ്ങനെ അധപ്പതിക്കാൻ ഇടവരരുത്. നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പേര് തന്നെ ദൈവം സ്നേഹം ആകുന്നു. ഗോഡ് ഹാസ് ലവ് എന്നല്ല, ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹം ആകുന്നു. ദൈവത്തിന് സ്നേഹമുണ്ടെന്നല്ല. എന്നാൽ സ്നേഹം മാത്രമായ കർത്താവായി യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവും ഉടമസ്ഥനുമായി അംഗീകരിച്ച ദൈവമക്കളുടെ ജീവിതത്തിൽ സ്നേഹമില്ല എന്ന് മാത്രമല്ല, കയ്പും പകയും വിദ്വേഷവും തമ്മിത്തല്ലും മാത്രമായി മുന്നോട്ട് പോകുന്ന അധപ്പതിച്ചതായ ഭയാനകമായ ഞെട്ടിപ്പിക്കുന്നതായ ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് വ്യക്തി ജീവിതങ്ങളിലും കുടുംബജീവിതങ്ങളിലും കൂട്ടായ്മ ജീവിതങ്ങളിലും സഭകളിലും കാണുന്നത്. ഈ അപകടകരമായ സ്ഥിതിയിൽ നിന്ന് നമ്മൾ ഒന്ന് ഉണർന്നെഴുന്നേറ്റേ മതിയാകുകയുള്ളൂ.
സ്നേഹത്തിൻ്റെ അഗ്നി എന്നിൽ കത്തിക്കണമേ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. ഈ സ്നേഹത്തിൻ്റെ ആഴം എന്താണ്, വീതി എന്താണ്, ഉയരം എന്താണ് എന്ന് നിങ്ങൾ കാൽവറിയിലേക്കൊന്ന് നോക്കി കാണുക. ഈ മക്കളെ, ഒരിക്കലും മങ്ങാത്ത ജ്വലിച്ച് പ്രകാശിക്കുന്ന സ്നേഹത്തിൻ്റെ അഗ്നി എനിക്ക് വേണ്ടി കത്തി ജ്വലിച്ച് നിൽക്കുന്ന ഒരു ജീവശരീരം കത്തി നിൽക്കുന്നതായ ആ രംഗമല്ലേ നമ്മൾ കാണുന്നത്. ആ സ്നേഹത്തെ നിങ്ങൾ എന്താ മറന്നു പോകുന്നത്? ആ സ്നേഹനിധിയായിരിക്കുന്ന യേശു അകത്തുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കയ്പുണ്ടോ? ദൈവത്തിന് സ്തോത്രം. വെറും 4 വയസ്സുള്ളതായ ഒരു കൊച്ച് യേശു ഇപ്പം മോളെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് അമ്മ എപ്പോഴും പറഞ്ഞ് പഠിപ്പിക്കുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആ കൊച്ച് ഒരു ധ്യാനത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്. യേശുവപ്പയുടെ ക്രൂശിക്കപ്പെട്ട രൂപത്തിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട്, യേശുവപ്പ മമ്മി എന്നെ പഠിപ്പിച്ചല്ലോ, നിനക്ക് എന്നോട് വലിയ ഇഷ്ടമാണെന്ന്, വലിയ സ്നേഹമാണെന്ന്. യേശുവപ്പ എന്നെ എന്തോരം സ്നേഹിക്കുന്നുണ്ട്, യേശുവപ്പ എന്നെ എന്തോരം സ്നേഹിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അപ്പോൾ ആ കൊച്ച് കണ്ടതായിട്ട് തന്നെ അത് പറയുന്നത്, ഇത്രയും സ്നേഹിക്കുന്നുണ്ട്, ഇത്രയും. യേശു കർത്താവ് കൈയെടുത്ത് തുളയ്ക്കപ്പെട്ട തിരുവിലാവ് കാണിച്ചു. അതിൽ നിങ്ങൾ കണ്ടോ? ദൈവത്തിന് സ്തോത്രം. ആ സ്നേഹത്തെ ദയവ് ചെയ്ത് വേദനിപ്പിക്കരുത്. ഇത്രമാം സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ ഈ മഹാപാപത്തിൽ ദൈവമേ ഓർക്കല്ലേ, ഈ മഹാപാപത്തിൽ ദൈവമേ ഓർക്കല്ലേ. മറക്കരുത് കേട്ടോ ദൈവമക്കളെ ഈ സ്നേഹത്തെ. ദൈവത്തിന് സ്തോത്രം. 2 തീരുമാനം നിങ്ങൾ എടുക്കണം. 1 പൗലോസ്ലീഹ പറഞ്ഞ തീരുമാനം, 2 പത്രോസ്ലീഹ പറഞ്ഞ തീരുമാനം. പൗലോസ് എന്ത് പറയുന്നത്? ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഈ ലോകത്തിന് വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ ഒരിക്കലും എന്നെ അകറ്റുവാൻ സാധിക്കുകയില്ല. റോമർ 8:35 വായിക്കണ്ട, ഉറപ്പായിട്ട് പറയണം. എന്തിനേ നോക്കിയിട്ട് പറയണം. ഏത് പദാർത്ഥമായാലും ഈ ലോകത്തിൽ എന്താണെങ്കിലും കാൽവറിയിലെ കർത്താവായ യേശുക്രിസ്തു ജീവൻ തന്നെ സ്നേഹിച്ചുവെങ്കിൽ ഒരു പിരിയാത്ത സ്നേഹബന്ധം എൻ്റെ കർത്താവുമായിട്ട് ഞാൻ ഉറപ്പിച്ചിരിക്കുന്നു. അതിൽ നിന്ന് ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും ഒരു പദാർത്ഥത്തിനും എന്നെ അകറ്റുവാൻ സാധ്യമല്ല. ഉറച്ചോ നിങ്ങൾ? ഞാൻ ആദ്യം പറഞ്ഞവരെ കേട്ടിട്ട് പോയാൽ പോരാ. 2 പത്രോസ്ലീഹ കർത്താവിനോട് മറുപടിയായിട്ട് പറഞ്ഞു, ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു. കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. ഞാനൊരിക്കലൊരു ചോദ്യം ഇപ്രകാരം ചുവന്ന മഷി കൊണ്ട് എഴുതി എന്നോട് തന്നെ ചോദിക്കാൻ. ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങളത് വീട്ടിൽ ചെന്നെന്ന് എഴുതി വെച്ചാലും കുഴപ്പമില്ല. ഈ ലോകത്തിൽ എൻ്റെ കർത്താവിനേക്കാൾ എനിക്ക് പ്രിയങ്കരമായി മറ്റെന്തെങ്കിലും ഉണ്ടോ? ഞാൻ വ്യക്തമായിട്ട് ചുവന്ന മഷി കൊണ്ട് എഴുതി വെച്ചാൽ ഈ ലോകത്തിൽ എൻ്റെ പ്രാണപ്രിയനായ കർത്താവായ യേശുക്രിസ്തുവിനേക്കാൾ പ്രിയങ്കരമായി എനിക്ക് ലോകത്തിൽ എന്തെങ്കിലും ഉണ്ടോ? വ്യക്തികളോ പദാർത്ഥങ്ങളോ മറ്റ് ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ? എന്നേക്കാൾ അധികമായി ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പനെയോ അമ്മയോ സ്നേഹിക്കുന്നതിന് എനിക്ക് യോഗ്യനല്ല. അതുകൊണ്ട് ഇന്നത്തെ സ്നേഹം പോരാ, സ്നേഹം തണുത്തു പോയിരിക്കുന്നു. ഞാൻ ചിലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞ പോലെ ആദ്യ സ്നേഹത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരിക. ഒരു വാക്കോടെ അതിനകത്ത് പറയാനുണ്ട്. 1 കൊരിന്ത്യർ 16-ാം അധ്യായം എടുത്ത് 1 കൊരിന്ത്യർ 16-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം, 16:22. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. എല്ലാവരും ഒന്ന് ശരിക്ക് കേട്ടേ, നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്തേ. അത് ദൈവത്തിന് കർത്താവായ യേശുക്രിസ്തുവിനെ ആദ്യം പറഞ്ഞ പോലെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. ഇന്ന് ശാപം മുറിഞ്ഞേ പോകാവുള്ളൂ. ക്രൂശിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കർത്താവെ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ സ്നേഹിക്കും. അന്യോന്യം സ്നേഹിക്കുന്നതിൽ കടം ഉണ്ടെങ്കിൽ അത് തീർക്കണം.
ദൈവത്തിന്. രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത് ഏത് കാര്യത്തിലാണ് ദൈവം ഇതിന് കടം? മത്തായി 18:33-34 വായിച്ച്. എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. അങ്ങനെ യജമാനൻ കോപിച്ചു. അവൻ കടമൊക്കെയും തീർക്കുവോളം അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഞാൻ എൻ്റെ വിശദാംശത്തിലേക്ക് പോകുന്നില്ല. ഒരു യജമാനൻ, ഒരാൾ 10,000 താലന്ത് യജമാനോട് കടപ്പെട്ടിരുന്നു. തീർത്തേ മതിയാവൂ എന്ന് കർശനമായ നിർദ്ദേശം കൊടുത്തു. പക്ഷെ നിവൃത്തിയില്ല. ക്ഷമ തരണമേ, മാപ്പ് തരണമേ എന്ന് താണു വീണ് കെഞ്ചി അപേക്ഷിച്ചു. സമ്പൂർണമായി മോചിച്ചു കൊടുത്തു, ക്ഷമിച്ചു കൊടുത്തു. ആ വലിയ തുക മോചിച്ച് ക്ഷമിച്ചു കിട്ടിയതായ ആ വ്യക്തി മോചനം കിട്ടി ഇറങ്ങിച്ചെല്ലുന്ന സമയത്ത് അദ്ദേഹത്തിന് വെറും 100 താലന്ത് മാത്രം മേടിച്ചതായ ഒരു വ്യക്തിയെ കണ്ടു. നീ എന്നോട് 100 താലന്ത് മേടിച്ചിട്ട് അത് തീർത്തില്ലല്ലോ. ദൈവമക്കളെ, അയ്യോ നിവൃത്തിയില്ലായിട്ടാണ്, എനിക്ക് അല്പസമയം തരണം. ഒരംശം പോലും, ദൈവത്തിന് സ്തോത്രം, ഒരംശം പോലും കരുണ കാണിക്കാതെ അവനെ പിടിച്ച് ദണ്ഡിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. യജമാനൻ കോപിച്ചു. ഞാൻ നിന്നോട് വലിയ തുക ക്ഷമിച്ച് കടം സാരമില്ല എന്ന് പറഞ്ഞ് മോചിച്ച് തന്നിട്ട് അതിൻ്റെ കണിക പോലും നീ നിന്റെ കടക്കാരനോട് കാണിച്ചില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. ക്ഷമ കാണിക്കാൻ ഇന്ന് അനേകർ കടക്കാരാണ്. ക്ഷമ കാണിക്കാൻ. ഞാൻ ആ ഊമയിലേക്ക് കടക്കുകയല്ല. ഓരോരുത്തരും നോക്കിക്കുക. ഞാൻ ഈ പറയുന്ന വാക്കുകൾ അത് നിങ്ങൾക്കെതിരായി ന്യായം വിധിക്കാൻ ഇടവരരുത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഓരോ വ്യക്തിയും ഗൗരവതരമായി ഒന്ന് ചിന്തിച്ച്, ഈ ലോകത്തിൽ ഞാൻ സമ്പൂർണമായി ക്ഷമിക്കാത്ത ഒരു വ്യക്തിയെങ്കിലും ഉണ്ടോ? വേദപുസ്തകം കയ്യിലുള്ള വ്യക്തികൾ എന്തു പറയുന്നു? വചനം കേൾക്കുന്ന മക്കൾ എന്തു പറയുന്നു? സ്വർഗത്തിൻ്റെ പടിവാതിൽ കാണുകയില്ല. ക്ഷമിക്കാത്തവന് ക്ഷമ കിട്ടുകയില്ല. Forgive your brother freely. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. From your heart. ഞാൻ ഭംഗിവാക്കായിട്ട് നിങ്ങളോട് പറയുകയല്ല. ഹല്ലേലൂയ. എൻ്റെ വ്യക്തമായൊരു പ്രാഗൽഭ്യമാണത്. ഏതെങ്കിലും വ്യക്തിയോട് 1000-1 ക്ഷമിക്കാനുള്ള വ്യക്തികൾക്ക് വേണ്ടി സ്വർഗരാജ്യത്തിൻ്റെ പടിവാതിൽ തുറക്കുകയില്ല. ആരെങ്കിലും ഇനി കേൾക്കാനുണ്ടോ? ഇത് വെച്ചുകൊണ്ട് ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. പറയുന്ന വാക്ക് മൂർച്ച കൂടി പോകുന്നുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്നും വിമർശനവും, ഇന്നും വൈരാഗ്യവും, ഇന്നും അമ്മായിയമ്മയും മരുമകളും തമ്മിൽ തറുതലവർച്ചിലും, മിണ്ടാതെ നടക്കലും, ഭാര്യയും ഭർത്താവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കലും, എന്നിട്ട് ഇവിടെ വന്ന് കൈപൊക്കി ഹല്ലേലൂയ പറഞ്ഞതുകൊണ്ടും വേദവസ്തും പിടിച്ചുകൊണ്ട് മടങ്ങാതെ യോഗത്തിന് വന്നതുകൊണ്ടും ക്ഷമിക്കുന്നവർക്ക് വേണ്ടി തുറക്കുന്ന സ്വർഗത്തിന്റെ കവാടം തുറക്കുന്ന ധരിക്കരുത്. കർത്താവ് ഏറ്റവും കൂടുതൽ ഊന്നി പറഞ്ഞിരിക്കുന്ന കാര്യം അതാണ്. ക്ഷമ കിട്ടാതെ സ്വർഗത്തിൽ പോകാൻ ഒക്കെയില്ല. പാപത്തിന്റെ ക്ഷമ കിട്ടാതെ സ്വർഗത്തിൽ പോകാൻ ഒക്കെയില്ല. സ്വർഗത്തിൽ കടക്കുവാൻ ഒറ്റ യോഗ്യത കർത്താവ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ പാപം കടച്ചിട്ട് കീറി കിട്ടണം, നിങ്ങൾക്ക് ക്ഷമ കിട്ടണം. അതിന് കർത്താവ് ഒറ്റ നിബന്ധന പറഞ്ഞിട്ടുള്ളൂ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ. മത്തായിയുടെ സുവിശേഷത്തിൽ, മർക്കോസിന്റെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചാൽ ദൈവം നിങ്ങളുടെ കടങ്ങൾ ക്ഷമിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ക്ഷമിച്ചില്ലെങ്കിലോ ക്ഷമ കിട്ടുകയില്ല. വായിക്കാൻ നേരെയില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയണം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ക്ഷമ കിട്ടണമോ? വ്യക്തമല്ലേ ഇത്? മറ്റുള്ളവരോട് സമ്പൂർണമായി ക്ഷമിച്ചിരിക്കണം. ആരുടെയെങ്കിലും മനസ്സിനകത്ത് ഇന്ന ആളോട് എന്തോ ഒരു വൈരാഗ്യമോ ഇഷ്ടക്കുറവോ പകയോ കയ്പോ ഉണ്ടോ തോന്നണ ആരെങ്കിലും ഉണ്ട്? സ്ത്രീകളുണ്ടോ ഇനി? പുരുഷന്മാരാരെങ്കിലും ഉണ്ടോ ഇനി? ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ കണക്ക് ബോധിപ്പിക്കേണ്ടതായിട്ട് വരും. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. സമ്പൂർണമായി നിരപ്പായിരിക്കണം, മനഃപൂർവ്വമായി ക്ഷമിച്ചിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അത് നിങ്ങളോട് ഇനി വിശദീകരിക്കേണ്ട കാര്യമില്ല. ക്ഷമ കിട്ടണമോ? ക്ഷമിച്ചിരിക്കണം. ക്ഷമ കിട്ടണമോ? ക്ഷമിച്ചിരിക്കണം. മൂന്നാമത്തെ കാര്യം എന്താണ്? 1 സ്നേഹിക്കാൻ കടം, 2 ക്ഷമിക്കാൻ കടം, 3 1 കൊരിന്ത്യർ
7:3 വായിച്ച്. 1 കൊരിന്ത്യർ 7-ാം 3 ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും കടം പെട്ടിരിക്കുന്നത് ചെയ്യട്ടെ. ദൈവത്തിന് സ്തോത്രം. കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട, ഭാര്യാഭർത്തൃ ജീവിതവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന കടം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണം. ഞാനും ഭയത്തോടെയാണ് ഈ വാക്കുകൾ പറയുന്നത്. ഇത് ഇരുവായത്തിലുള്ള ഒരു വാളല്ലേ അത്. ഞാൻ വളരെ വിനയത്തോടെ നിങ്ങളോട് ഓരോരുത്തരും വ്യക്തിപരമായി ദൈവത്തിന് സ്തോത്രം, കർത്താവ് വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിക്കുന്നു എന്ന് വ്യക്തമായി പറയട്ടെ. കുടുംബാന്തരീക്ഷം എങ്ങനെയുണ്ട്? ദൈവത്തിന് സ്തോത്രം. സ്നേഹത്തിൻ്റെ ഒരു സർവകലാശാലയാണോ നിങ്ങളുടെ കുടുംബം? കുട്ടികൾ സ്നേഹം പഠിക്കുന്ന ഭവനത്തിൽ നിന്നല്ലേ? സ്നേഹം ആചരിക്കാൻ ഉത്സാഹിക്കണ്ടേ? സ്നേഹത്തിൻ്റെ അന്തരീക്ഷമാണോ നിങ്ങളുടെ ഭവനത്തിലുള്ളത്? നമ്മുടെ പ്രിയപ്പെട്ട MI അനൂപ് സാർ ഏറ്റവും കൂടുതൽ ഊന്നി പറയുന്ന കുടുംബസമാധാനത്തെക്കുറിച്ചല്ലേ? എൻ്റെ ഉള്ളം നീറിക്കൊണ്ടും വേദനിച്ചുകൊണ്ടും പറയട്ടെ, നല്ല വിദ്യാഭ്യാസമുള്ള, നല്ല സമ്പത്തുള്ള, ദൈവവേലയുടെ മുഖത്ത് നിൽക്കുന്ന, എല്ലാ ആത്മീയ രംഗങ്ങളിലും സജീവമായി പ്രവർത്തിക്കുന്നവരുടെ കുടുംബം ദൈവത്തിന് നരകത്തീ കത്തുന്നതായ, ദുർഗന്ധം അമിക്കുന്നതായി ചീഞ്ഞു നാറുന്നു എന്നുള്ളത് മറ്റുള്ളവർക്ക് പോലും കേട്ടാൽ വിഷമമാണ്. ആരെ ബോധിപ്പിക്കാനാണ് ഓടി ഓടി വരുന്നത്? ഇത് രണ്ടും കൂടി ഒന്നിച്ചു കൊണ്ടുപോകാമോ? ഇവിടെ ഒരു തീ കത്തുന്നില്ലേ? അവിടെ കലഹത്തിൻ്റെതായ ഏതെങ്കിലും വെടിമരുന്നുമായിട്ട് വന്ന് അവസാനം തീ കത്തി നശിക്കാനായിട്ട് ഇടവരരുത്. ഞാനല്പം ഗൗരവത്തോടാണ് ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത്. ഏത് കാരണവശാലും കുടുംബാന്തരീക്ഷം ശാന്തവും സമാധാനവും സന്തോഷവുമായി കാത്തു സൂക്ഷിച്ചേ മതിയാകുകയുള്ളൂ. നമ്മുടെ കൂട്ടായ്മയിൽ ഒരു സമയത്ത് ആവർത്തിച്ച് കേട്ടതായ ഒരു പദപ്രയോഗമായിരുന്നു, ഞങ്ങളുടെ കുടുംബം ഒരു കൊച്ചു സ്വർഗമാണെന്ന്. പറഞ്ഞാൽ മതിയോ? അത് പറയുമ്പോൾ ഞാൻ ഞെട്ടാറുണ്ട്. സ്വർഗം എന്ത്? ഇന്ന് കാണുന്നതായ ഭവനങ്ങൾ എന്ത്? പ്രാർത്ഥനയുണ്ടോ? വേദോത്സവം വായിക്കുന്നുണ്ടോ? കൂട്ടായ്മയ്ക്ക് പോകുന്നുണ്ടോ എന്നല്ല ഞാൻ ചോദിച്ചത്. സ്നേഹത്തിൻ്റെ നിറഞ്ഞ അന്തരീക്ഷമാണോ നിങ്ങളുടെ മക്കൾ ശ്വസിക്കുന്നത്? അമ്മായിയമ്മയും മരുമകളും ഒരു മനസ്സാണോ? ദൈവത്തിന് സ്തോത്രം. തിരുത്തി ഒന്ന് മുന്നോട്ട് പോകുക ദൈവമക്കളെ, അല്ലെങ്കിൽ ഈ വരവ് നിർത്തുക. ഏതെങ്കിലും ഒന്ന് തീരുമാനിക്കും. എന്തിന് അപകടം വരുത്തി വെക്കുന്നു? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. സ്നേഹമാചരിപ്പാൻ ഉത്സാഹിപ്പിക്കും. സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടതായ ജീവിതമായിരിക്കണം. നന്ദിയോടെ സ്തോത്രം. 4-ാമത്തെ കാര്യം എന്താണ്? സംഖ്യാപുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ വേഗം വായിച്ച്. മോശെ ഇസ്രായേൽ മക്കളുടെ ഗോത്രപ്രധാനികളോട് പറഞ്ഞത്, യഹോവ കൽപ്പിച്ചിരിക്കുന്ന കാര്യം എന്തെന്നാൽ, ആരെങ്കിലും യഹോവയ്ക്ക് ഒരു നേർച്ച നേരുകയോ ഒരു പരിവർജന വ്രതം ദീക്ഷിപ്പാൻ ശപഥം ചെയ്യുകയോ ചെയ്താൽ അവൻ വാക്കിന് ഭംഗം വരുത്താതെ തന്റെ വായിൽ നിന്ന് പുറപ്പെട്ടതുപോലെ ഒക്കെയും നിവർത്തിക്കണം. ദൈവത്തെ ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായോ? വ്യക്തമായി പറഞ്ഞു തരാം. ദൈവത്തോട് വാക്ക് പറഞ്ഞതിന് ശേഷം അത് പാലിക്കാതെ കടം വരുത്തി വെച്ചവരാരെല്ലാം ഉണ്ട്. വാക്യങ്ങൾ പലതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എല്ലാവർക്കും മനസ്സിലായോ? ദൈവത്തോടൊരു വ്രതം എടുത്തു, ഞാൻ ഇന്നത് ചെയ്യും, ഇന്നത് ചെയ്യുകയില്ല. ഞാൻ പ്രാർത്ഥിക്കും, ദൈവത്തിന് സ്തോത്രം, അല്ലെങ്കിൽ ഇന്നതുപോലെ ഞാൻ പ്രവർത്തിക്കും, ഇന്നത് ഞാൻ പ്രവർത്തിക്കുകയില്ല. എന്തെല്ലാം തീരുമാനമുണ്ട് പ്രാർത്ഥനയുടെ കാര്യത്തിൽ, വിശുദ്ധിയുടെ കാര്യത്തിൽ, TV-യുടെ കാര്യത്തിൽ, ഫോൺ വിളിയുടെ കാര്യത്തിൽ, സിനിമ കാണുന്ന കാര്യത്തിൽ, അശുദ്ധിയുടെ കാര്യത്തിൽ, പ്രേമത്തിൻ്റെ കാര്യത്തിൽ. ദൈവത്തിൻ്റെ സ്തോത്രം. ചെയ്യരുതാത്ത ചെയ്തതും ചെയ്യേണ്ടത് ചെയ്തതുമായ കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തോട് ഞാൻ വാക്ക് പറഞ്ഞു വരില്ലേ? ഞാൻ ഒരു കാര്യം കൂടി ഞെട്ടലോടെ ഈ കൂട്ടായ്മയിലെ ദൈവമക്കളെ ഗൗരവത്തോടെ ഓർപ്പിക്കുന്നൊരു കാര്യമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സ്തുതിയിലൂടെ തീയായിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് നിർണായകമായ തീരുമാനമെടുത്ത് ദൈവമക്കൾ ഒരു കരമുയർത്തി ഹല്ലേലൂയ പറയാൻ പറഞ്ഞപ്പോൾ, ഞാൻ ഈ പറയുന്നത് കേട്ടുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ എത്ര പ്രാവശ്യം കരമുയർത്തിയിട്ടുണ്ട്? ദൈവത്തിൻ്റെ സ്തോത്രം. എൻ്റെ 2-ാമത്തെ ചോദ്യം,
ആ കരമുയർത്തിയായ ദൈവമക്കൾ ആ തീരുമാനത്തിൽ ഉറച്ചു നിന്ന് എത്ര പേരുണ്ട്? ആരോടാണ് ഉടമ്പടി പറഞ്ഞത്? ഉടമ്പടി പറഞ്ഞുവെങ്കിൽ പാലിച്ചു കൊള്ളണം, അല്ലെങ്കിൽ ഉടമ്പടി പറയാതിരിക്കുന്നത് നല്ലതെന്നാണ് അടുത്ത വാക്യം. ദൈവത്തോട് കളിക്കരുത്. ദൈവത്തിന് സ്തോത്രം ഭയപ്പെടുത്താൻ വേണ്ടി പറയുകയല്ല. ആരുടെ മുമ്പിൽ കരമുയർത്തി? ആരുടെ മുമ്പിൽ തീരുമാനം? എപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, വ്യക്തമായ തീരുമാനമുള്ളവർ മാത്രമേ കരമുയർത്താവുള്ളൂ. അടുത്തിരിക്കുന്ന ആൾ കരമുയർത്തി എന്നുള്ളതുകൊണ്ട് ഉയർത്താൻ നോക്കരുത്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഈ കാര്യം കേട്ടില്ല നിങ്ങൾ വെക്കരുത്. നിങ്ങൾ മനഃപൂർവ്വം ആ കാര്യം ശ്രദ്ധിച്ചുകൊള്ളു. ദൈവത്തിന് സ്തോത്രം. തീരുമാനം ദൈവസന്നിധിയിൽ പറഞ്ഞത്, ഇന്ന് കർത്താവേ, ഇന്ന് ഞാൻ ജീവനോടെ കേൾക്കുന്നുണ്ടല്ലോ, എന്നോട് ക്ഷമിക്കണം, പലതും ലംഘിച്ചു പോയി, ഇനി ഞാൻ നിവർത്തിച്ചുകൊള്ളാൻ തീരുമാനിച്ചുകൊണ്ട് വേണം പോകാനായിട്ട്. അവനോട് ചേർത്ത് എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. സ്തുതിക്കാൻ നിങ്ങൾ അനേക കടം വരുത്തി വെച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. യഹോവ ചെയ്തു തന്ന ഉപകാരങ്ങൾക്ക് നന്ദി കരയറ്റാത്തായ വലിയൊരു കടം, ഏറ്റവും വൃത്തികെട്ട കടം. ദൈവത്തിന് സ്തോത്രം. എത്ര ആയുസുണ്ടെന്നറിയാമോ? സ്തുതിച്ച് തീർക്കണ്ടേ? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളോട് ഒരു കാര്യം കൂടി പറയട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇപ്രകാരം കടം വീട്ടുന്ന ദൈവമക്കളോട് ഒരു കാര്യം കൂടി പ്രത്യേകിച്ച് ഒരു ഉത്തരവാദിത്തമായിട്ട് ഏൽപ്പിക്കാനുണ്ട്. വായിച്ച് റോമർ 1-ാം അധ്യായം 14 മുതലായ വാക്യങ്ങൾ. റോമർ 1-ാം അധ്യായത്തിൻ്റെ 14 മുതലായിരിക്കുന്ന ആയ വാക്യങ്ങൾ. യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. അങ്ങനെ റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ എന്നാൽ ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. ദൈവത്തിന് സുവിശേഷം അറിയിക്കുന്നതിൽ ഞാൻ കടക്കാരൻ. ദൈവത്തിന് സുവിശേഷം അറിയിക്കുന്നതിൽ ഞാൻ കടക്കാരൻ. ഹല്ലേലൂയ. ഈ കാലുകൾ കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി ആത്മാക്കളെ നേടാൻ ഓടണം. ഈ നാവ് സുവിശേഷത്തിൻ്റെ തീപ്പന്തമായി, ദൈവത്തിൻ്റെ സ്തോത്രം, രക്തം പുരണ്ട വാക്കുകൾ ഒഴുകി വരുന്ന നാവുകളായിരിക്കണം. ഈ കൈകൾ പരിശുദ്ധ വേദപുസ്തകം എടുത്തുകൊണ്ട് ഓടണം. ശവക്കുഴിക്കപ്പുറം ആത്മാക്കളെ നേടുന്ന നേട്ടവുമായി നിങ്ങൾ മുന്നോട്ട് വരണം. അതിന് സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ മഹത്വം. കർത്താവിന് സ്തോത്രം.